ഇന്ത്യയിലെ ജനസംഖ്യാപരമായ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ ഒരു കമ്മീഷനെ വെച്ചിരിക്കുകയാണ്. ആ വ്യതിയാനത്തിന് കാരണം പലപ്പോഴും ജനസംഖ്യയിലുള്ള വളർച്ചയും ജനന നിരക്കിലുള്ള വളർച്ചയും അതോടൊപ്പം തന്നെ നുഴഞ്ഞുകയറ്റവുമാണെന്നാണ് വ്യക്തമായത്. ഏതായാലും കേന്ദ്ര സർക്കാർ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുകയാണ്. ഈ സമയത്ത് കേരളത്തിലെ ജനസംഖ്യാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത്, അല്ലെങ്കിൽ അത് സംബന്ധിച്ച കണക്കുകളാണ് ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സ് വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് പ്രകാരം കേരളത്തിലെ മതപരമായ ജനസംഖ്യ നിരക്കിൽ വലിയ കാര്യമായ വ്യതിയാനമുണ്ടായതായി, വൈവിധ്യമുണ്ടായതായി, വ്യത്യാസമുണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ വളർച്ചയിൽ, മതപരമായ വളർച്ചയിൽ വലിയ വ്യത്യാസമാണ് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും വളർച്ചാ നിരക്ക് കുറയുകയാണ്. ഹിന്ദുക്കളുടെ വളർച്ചാ നിരക്ക് കുറഞ്ഞത്, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് നെഗറ്റീവ് 0.115 ആണ്. അത് ക്രിസ്ത്യാനികളാണെങ്കിൽ നെഗറ്റീവ് 0.084 ആണ്. അതേസമയത്ത് മുസ്ലിങ്ങളുടെ നിരക്ക് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിലെ ഇപ്പോഴത്തെ ജനസംഖ്യ 3.62 കോടിയാണ് നിലവിലുള്ള കണക്കുകൾ പ്രകാരം. ഇതിൻ്റെ ഒരു വർധനവുണ്ടാകും, പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്ക് ഈ വർധനവ് നിലയ്ക്കുമെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും റീപ്ലേസ്മെന്റ് റേറ്റ്, അതായത് ഒരു ദമ്പതികൾക്ക് ഉണ്ടാകുന്ന കുട്ടികളുടെ എണ്ണം 2.1 ആണ് നമ്മുടെ സമൂഹത്തിൻ്റെ റീപ്ലേസ്മെന്റ് റേറ്റ്. അതായത് നമ്മുടെ ജനസംഖ്യ അതേ രീതിയിൽ തുടരണമെങ്കിൽ ഒരാൾക്ക് 2.1 കുട്ടികൾ വേണം. അതായത് ശരാശരിയുടെ കണക്കാണ്. 2.1 കുട്ടികൾ വേണമെന്നുള്ളതാണ്. കേരളത്തിൽ ഇപ്പോൾ തന്നെ അത് 1.64 കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇത് നോക്കുന്ന സമയത്ത് എല്ലാ മതങ്ങളിലും ഇത് കാണാൻ കഴിയില്ല. ക്രിസ്ത്യൻ, ഹിന്ദു വിഭാഗങ്ങളിൽ ജനസംഖ്യാ നിരക്ക് കുറയുന്ന സമയത്ത് മുസ്ലിം ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്, ആ ഫെർട്ടിലിറ്റി റേറ്റ് മറ്റുള്ളവരേക്കാൾ കൂടുതലാണ്. അതേസമയത്ത് മുസ്ലിങ്ങളുടെ ജനസംഖ്യാ നിരക്ക് വളർച്ച മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കുറവാണെന്ന് നമുക്ക് ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ കാണാതിരിക്കുന്നില്ല. 2011 കേരളത്തിലെ ജനസംഖ്യ, 2011 ഏറ്റവും ഒടുവിൽ സെൻസസ് നടത്തിയത്. അടുത്ത സെൻസസ് നടപടികൾ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ജനസംഖ്യയിൽ 54.7% ഹിന്ദുക്കൾ ഉണ്ടായിരുന്നത്. മുസ്ലിങ്ങൾ 26.6%, ക്രിസ്ത്യാനികൾ 18.4%. എന്നാൽ ഇതിനു മുമ്പ് 1951 കണക്കുകൾ പ്രകാരം മുസ്ലിങ്ങളുടെ ജനസംഖ്യ 17.53% മാത്രമായിരുന്നു. അതായത് 1951 17.53% മാത്രമുള്ള മുസ്ലിങ്ങളാണ് 2011 ആവുമ്പോഴേക്ക് അത് 26.6% ഉയർന്നത്. മറ്റെല്ലാ മതവിഭാഗങ്ങളുടെയും ഇതേ നിരക്ക് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ജനന നിരക്കിൽ 2015 തന്നെ മുസ്ലിങ്ങളുടെ ഒരു മുന്നേറ്റം ഉണ്ടാകാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു. അതായത് ജനസംഖ്യയിൽ 26.6% മാത്രമുള്ള മുസ്ലിങ്ങളുടെ കുട്ടികളുടെ എണ്ണം, അതായത് ലൈവ് ബർത്ത് എന്ന് പറയും, ഒരു വർഷം ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം, ആ കുട്ടികളുടെ എണ്ണത്തിൽ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കവച്ച് വെച്ചിരിക്കുന്നു എന്നുള്ളത്. അതായത് 2019 44% ആയിരുന്നു മുസ്ലിങ്ങളുടെ ലൈവ് ബർത്ത് എങ്കിൽ അത് ഹിന്ദുക്കളത് 41% മാത്രമേ. അതായത് ആ സമയത്തിന് 2015 ആവുമ്പോഴേക്ക് തന്നെ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കവച്ച് വെച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രതിഭാസം നമുക്ക് കാണാൻ കഴിയുന്നത്, പ്രതിഭാസമല്ലാതൊരു യാഥാർത്ഥ്യമാണ്. അതായത് മരണനിരക്കിൽ ഇപ്പം 50% മാത്രം ജനസംഖ്യയുള്ള ഹിന്ദുക്കൾ മരണനിരക്കിൽ 60%-ത്തിലെത്തും. അതേപോലെ തന്നെയാണ് ക്രിസ്ത്യാനികൾ, അവരുടെയും മരണനിരക്ക് കൂടുതലാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഈ മരണനിരക്ക് കൂടുകയും ജനനനിരക്ക് കുറയുകയും ചെയ്യുന്ന സമയത്താണ് ടോട്ടൽ അവരുടെ വളർച്ചയിൽ ഉണ്ടാകുന്ന വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ കാരണം ഹിന്ദു ജനസംഖ്യ എന്ന് പറയുന്നത് പ്രായമുള്ള ആളുകളുടെ ഒരു ജനക്കൂട്ടമാണ് എന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ ഉള്ള മുസ്ലിം ജനസംഖ്യയെ അതിൽ 26% എത്തിക്കുന്നത് അവർ പ്രായക്കുറവുള്ള ആളുകൾ എന്നുള്ളത് കൊണ്ടാണ്. അപ്പം സ്വാഭാവികമായിട്ടും ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ കണക്കിലാണ് വന്നിരിക്കുന്നത്. ഹിന്ദുക്കളുടെ ജനസംഖ്യയിൽ കൂടുതലും ആരാണ്? കൂടുതലുള്ള ആളുകളാണ്. ഇപ്പോൾ തന്നെ കേരളത്തിലെ ജനസംഖ്യയിൽ 60%-ത്തിന് മുകളിലുള്ള ആളുകളുടെ എണ്ണം 18 മുതൽ 22% വരെ വരും എന്നുള്ളതാണ് കണക്ക്. അത് 2051 ആവുമ്പോഴേക്ക്, അതായത് 10-20 വർഷം കഴിയുമ്പോഴേക്ക് കേരളം ഒരു പ്രായമുള്ള ആളുകളുടെ ഒരു പരദീസയായിട്ട് മാറും. അല്ലെങ്കിൽ 60% ആളുകളുടെ എണ്ണം 1/3 മാറും. കേരളത്തിൻ്റെ ജനസംഖ്യയുടെ 1/3 മാറും എന്നാണ് കണക്കുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്.
അപ്പം ഈ ഒരു വ്യത്യാസമാണ്, അതായത് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റിൽ, അതായത് മതപരമായിട്ട് നോക്കുന്ന സമയത്ത് ജനന നിരക്കിലുള്ള വ്യത്യാസമാണ് കേരളത്തിലെ ഈ ഡെമോഗ്രാഫിയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കണക്കിന് പോവുകയാണെങ്കിൽ അപ്പോൾ ഇതിന്റെ അർത്ഥം കേരളത്തിലെ മുസ്ലിങ്ങൾ പൂർണ്ണമായിട്ടും ജനസംഖ്യ നിയന്ത്രണം പാലിക്കുന്നില്ല എന്നല്ല. അവർ ജനസംഖ്യ മുമ്പത്തേക്കാൾ അവരുടെ ജനസംഖ്യയിൽ കുറവ് വരുന്നുണ്ട്. പക്ഷെ നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റ് മതവിഭാഗങ്ങൾ ജനസംഖ്യ നിയന്ത്രണത്തിൽ കാണിക്കുന്ന ഒരു സൂക്ഷ്മത മുസ്ലിം വിഭാഗം കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 2041 ആകുമ്പോഴേക്ക്, ഏതാണ്ട് ഇന്നത്തെ നില വെച്ച് ഒരു 15 വർഷം കഴിയുമ്പോഴേക്ക് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ 45% ആ സമയത്ത് കേരളത്തിലെ ഏറ്റവും വലിയ സിംഗിൾ മതസമുദായം എന്ന് പറയുന്നത് മുസ്ലിങ്ങളാവും. അങ്ങനെയുള്ള മുസ്ലിം ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങൾ വളരെ കുറവാണ്. ഇപ്പൊ ജമ്മു കാശ്മീരിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാണ്. പക്ഷേ അങ്ങനെ ഒരു സംസ്ഥാനമായിട്ട്, അതായത് ഭൂരിപക്ഷം എന്ന് പറയുന്ന സമയത്ത് 50% കൂടുതലല്ല, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള, അതായത് ടോട്ടൽ ജനസംഖ്യയുടെ 50% കൂടുതലില്ലെങ്കിൽ പോലും മതപരമായ കണക്കുകൾ വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും വലിയ മതവിഭാഗമായിട്ട് കേരളത്തിൽ മുസ്ലിങ്ങൾ മാറും എന്നുള്ളതാണ് ഇന്നത്തെ കണക്ക്. ഇന്നത്തെ നിലയ്ക്ക് പോവുകയാണെങ്കിൽ 2041 ആവുമ്പോഴേക്ക് മുസ്ലിങ്ങളുടെ സംഖ്യ 45% എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദൃഷ്ടാന്തം 2009 കേരളത്തിൽ ഒരു മണ്ഡല പുനർനിർണയം നടത്തിയിരുന്നു. അതായത് ലോക്സഭാ മണ്ഡലങ്ങളും നിയമസഭാ മണ്ഡലങ്ങളും ഒക്കെ പുനർനിർണയം നടത്തി. ഈ പുനർനിർണയത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ മണ്ഡലങ്ങളുടെ പുനർനിർണയം മാത്രമായിരുന്നു. ടോട്ടൽ എണ്ണം കൂടുന്നുണ്ടായിരുന്നില്ല. അതായത് കേരളത്തിൽ 140 നിയോജക മണ്ഡലങ്ങളാണ് ഉണ്ടായിരുന്നത്. അതേപോലെ 20 ലോക്സഭാ മണ്ഡലങ്ങൾ. അപ്പോൾ ആ 140 മണ്ഡലങ്ങൾ 140 തന്നെ തുടരും. അതേസമയത്ത് 20 ലോക്സഭാ മണ്ഡലങ്ങൾ 20 തന്നെ തുടരും. അതേസമയത്ത് ഈ മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയത്തിൽ വ്യത്യാസം വരും. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് 2009 പുനഃസംഘടനയിൽ മലപ്പുറം ജില്ലയിൽ 12 സീറ്റായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്, അത് 16 വർദ്ധിച്ചു. അതേപോലെ തന്നെ കോഴിക്കോട് 12 സീറ്റ് ഉണ്ടായിരുന്നത് 13 വർദ്ധിച്ചു. കണ്ണൂരിലും പാലക്കാടും ഒക്കെ വർദ്ധിച്ചു. അതേ സമയത്ത് തെക്കൻ ജില്ലകളിൽ അത് കുറയാണ് ചെയ്തത്. പത്തനംതിട്ട, അതേപോലെ തന്നെ ആലപ്പുഴ, കൊല്ലം ജില്ലകളിലൊക്കെ തന്നെ നമ്പർ കുറഞ്ഞു. അതേസമയത്ത് വടക്കൻ ജില്ലകളിൽ കൂടി. അപ്പൊ ഇത് മുസ്ലിങ്ങളുടെ ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് അവർക്ക് നിയമസഭാ പ്രാതിനിധ്യവും കൂടും എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണ്. അപ്പൊ ഈ നിലയ്ക്ക് പോകുന്ന സമയത്ത് കേരളത്തിലെ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന മാറ്റം, ആ മാറ്റം കേരളത്തിൽ ദൂരവ്യാപകമായ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ കേരളത്തിൽ വലിയ തോതിലുള്ളൊരു ജനങ്ങളുടെ പലായനം നടക്കുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ നഗരങ്ങളിലേക്ക് വരുന്നുണ്ട്. വടക്കൻ ജില്ലകളിൽ നിന്ന് തെക്കൻ ജില്ലകളിലേക്ക് പോകുന്നുണ്ട്. വലിയ നഗരങ്ങളിലേക്ക് ആളുകളൊക്കെ കൂടുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മളെ കണക്കുകൾ പ്രകാരം വൃദ്ധന്മാരുടെ സംഖ്യ കൂടുന്നത് ഗ്രാമപ്രദേശങ്ങളാണ്. കാരണം ചെറുപ്പക്കാരൊക്കെ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് വരികയാണ്. അതേപോലെ തന്നെ പല ആളുകളും ജോലിക്കായിട്ടും മറ്റുമായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പം കേരളത്തിൽ നേരത്തെ നമുക്കൊരു മുസ്ലിം കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വടക്കൻ കേരളത്തിലാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് പതുക്കെ പതുക്കെ തെക്കൻ കേരളത്തിലേക്ക് നമുക്ക് കാണാൻ കഴിയും. രാഷ്ട്രീയമായിട്ടും ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ നടക്കുകയാണ്.